ഇപ്പോൾ അവർ രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നേ ഉള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനൊരു ഒരു രാഷ്ട്രീയ കാര്യത്തിലുണ്ട്. അതേസമയം ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഈ പ്രാധാന്യം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തെ ഈ അങ്ങേയറ്റം ഗവൺമെന്റിനെയും ആരോഗ്യ മേഖലയിലൊക്കെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും കാലത്ത് ഇതുപോലെ നടന്നു? എനിക്ക് തോന്നുന്നു ഒരു 6000 കോടി രൂപയെങ്കിലും ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾക്കും ഉപകരണങ്ങൾക്കും വേണ്ടി ഈ ഏത് ഹോസ്പിറ്റലും എടുത്തു. 2, ഈ 9 വർഷത്തിനിടയിൽ ഹെൽത്ത് പേഴ്സണൽ 4000 പേര് അഡീഷണൽ ആയിട്ട് നിയമിച്ചു, തസ്തിക സൃഷ്ടിച്ചു. ഇവിടുത്തെ ഫെസിലിറ്റീസ് നോക്കുക. ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തും വൈകുന്നേരവും OP-ആയി PHC-യിൽ. എല്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ഉണ്ട്. എല്ലാ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രികളിലും ഇന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാത്ത് ലാബ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. See the kind of amazing progress made in the health sector. മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ കേരളം അല്ലാതെ എവിടെയെങ്കിലും ഉണ്ട്. അപ്പോ ഇത് ചെയ്യുമ്പോഴും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളെ ഈ പെർസ്പെക്റ്റീവിൽ കാണണം. ആ പോരായ്മകൾ നികത്തണം. ആ ഫെയർ ക്രിറ്റിസിസം ഇസ് ഓൾവേസ് വെൽക്കം. ഓക്കെ, നിങ്ങൾ 6 നിലയോ ഉള്ള ഒരു 300 കോടി രൂപയുടെ പുതിയ കെട്ടിടം കോട്ടയത്ത് പണിയുന്നു. അപ്പോൾ ഇത് ആവശ്യമില്ലാതെ തീരുന്നു. നിലവിൽ കെട്ടിടം അത് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. ഇനി പൊളിച്ചു മാറ്റില്ലെങ്കിൽ അത് ആരും കയറില്ലെന്ന് കർശനമായിട്ട് ഉറപ്പുവരുത്തേണ്ടതെന്ന്. വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച പരിശോധിക്കണം. ബട്ട് ഡോണ്ട് ഡാം ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഹെൽത്ത് ഇൻഡെക്സ് എടുത്തോ, മറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി, അല്ലെങ്കിൽ ഡിസീസിന്റെ ഇൻസിഡൻസ് എടുത്തിട്ട് താരതമ്യപ്പെടുത്ത്. മുമ്പും പിമ്പുമായിട്ട് 6 ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. അമേരിക്കയിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി 7 ആണ്.